ആ മതി മതി മതി. ആ എല്ലാരും എഴുന്നേക്ക്, മതി ഉറങ്ങിയത്. പിള്ളേര് കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ പൂവേട്ടാ. പിള്ളേർ ഉറങ്ങിക്കോട്ടെ, പക്ഷേ നിങ്ങൾ വേഗം എഴുന്നേറ്റോ. നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുമായി മുതലാളി ഇപ്പോ വരും. മക്കളെ, പൂവേട്ടൻ പറയുന്നത് കേക്ക്. എല്ലാവരും വേഗം എഴുന്നേറ്റോ. നീ എന്താടാ കാപ്പിരി, ഉറക്കപ്പിച്ച് പറയുകയാണോ? ആദ്യം നീ എഴുന്നേക്ക്. എന്തായാലും കുറച്ചു നേരം കൂടി എനിക്കുറങ്ങണം. എല്ലാ ദിവസവും അങ്ങ് കൂവുന്നത് കേട്ടാണ് ഞാൻ ഉറക്കം ഉണർന്നിരുന്നത്. പക്ഷെ ഇന്ന് മാത്രം അങ്ങ് കൂവിയില്ല. അതുകൊണ്ട് എനിക്ക് നേരത്തെ എഴുന്നേക്കാനും സാധിച്ചില്ല. സമയക്രമം തെറ്റിയാൽ ഇങ്ങനെയാ, നേരം വെളുത്താലും ഉണരാൻ തോന്നില്ല. അല്ലെങ്കിലും ഇന്ന് പുലർച്ചയ്ക്ക് അങ്ങ് കൂവിയില്ലല്ലോ, എന്തു പറ്റി? കൂവി കൂവി ബോറടിച്ചോ, അതോ മനഃപൂർവ്വം കൂവാത്തതാണോ? ആ അതെ, പുലർച്ചയ്ക്ക് കൂവാൻ വേണ്ടി ഞാൻ നേരത്തെ എഴുന്നേറ്റതാ. അതിനിടയിലാണ് ആ നായ ഓരിയിടാൻ തുടങ്ങിയത്. അവനൊന്ന് നിർത്തിയിട്ട് വേണമല്ലോ എനിക്കൊന്ന് കൂവാൻ. അവസാനം അവൻ ഓരിയിടൽ നിർത്തിയതുമില്ല, എനിക്കൊട്ട് കൂവാൻ പറ്റിയതുമില്ല. പക്ഷെ ഞങ്ങളാരും ആ നായയുടെ വിളി കേട്ടില്ലല്ലോ. ആ ഞാൻ കേട്ടു, ആ നായയുടെ നിർത്താതെയുള്ള ഓരിയിടൽ. എന്തായാലും വെറുതെ നായ അങ്ങനെ വിളിക്കില്ല, എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അയ്യോ, നമ്മളെ പിടിച്ചോണ്ട് പോവാൻ വല്ല കള്ളന്മാരും വന്നതാണോ? അയ്യോ, കള്ളന്മാരോ? എവിടെ എവിടെ? അയ്യോ, എന്താണാവോ കോഴികളൊക്കെ എന്താ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? വല്ലതും കണ്ട് പേടിച്ചു. അല്ല, രാവിലെ തീറ്റ കിട്ടാൻ വൈകിയത് കൊണ്ടാവാം. ഒച്ച വെക്കണ്ട, ഒച്ച വെക്കണ്ട. തിന്നാനുള്ളത് ദേ കൊണ്ടുവന്നിരിക്കുന്നു. ഓ ആ കഴിച്ചോ, വയറു നിറച്ച് കഴിച്ചോ. മുതലാളി ആയാലും തൊഴിലാളി ആയാലും വേഗം പൊയ്ക്കോളൂ. എന്തായാലും ഇന്ന് ഞാൻ ഈ പാമിനകത്ത് കയറും. അയ്യടാ, ഒരുപാട് കോഴികൾ. തീറ്റക്കൊതി കൊണ്ട് എടുത്തുചാട്ടം കാണിച്ച് കോഴികളെ പിടിക്കാൻ നോക്കിയ ഇവറ്റകൾ ബഹളം വച്ച് ആ മുതലാളിയെ വരുത്തും. മുതലാളിയുടെ കണ്ണിപ്പെട്ട പിന്നെ എന്റെ കാര്യം കട്ടപ്പോക. എന്നാൽ ബുദ്ധിപരമായി നീങ്ങിയാൽ ആരും അറിയാതെ ഇവറ്റകളെ മുഴുവൻ ഒന്നൊന്നായി ചാപ്പിടാം. ഓക്കെ, അതിനും വഴിയുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി അല്ലേ കൂട്ടരെ? അല്ലെങ്കിലും നല്ല അടിപൊളി തീറ്റയല്ലേ മുതലാളി എന്നും നമുക്ക് തരുന്നത്. ആണല്ലോ. എന്നാലേ മുട്ടയിടാനുള്ള ഓരോരുത്തരും മുട്ടയിടാൻ തുടങ്ങിക്കോ. അതെ, മുട്ടയിട്ട് മുതലാളിയെ ഞെട്ടിക്കണം. ആ മരുന്തേ 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 ലാടമരുന്തേ കോഴിമരുന്തേ നാട്ടുമരുന്തേ നീട്ടുമരുന്തേ പച്ചമരുന്തേ മരുന്തേ നല്ല മരുന്തേ. മരുന്ന് വേണോ? മരുന്ന്. ആ ലാടവൈദ്യനോട് നമുക്ക് ഇത്തിരി മരുന്ന് വാങ്ങിയാലോ? ഒന്ന് മിണ്ടാതിരിടാ കാപ്പിരി. ആ വൈദ്യൻ ആളൊരു തരികടയാണെന്ന് കണ്ടാ തന്നെ അറിയില്ലേ? ആ കോഴി എണ്ണാച്ചിമാരെ 2 കുപ്പി ലാടമരുന്നെടുക്കട്ടെ. കോഴിപ്പേൻ, കോഴിവസന്ത, കോഴികുറുകൽ, ഇങ്ങനെ കോഴികൾക്കുണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങൾക്കും ഈ ലാടമരുന്ന് അത്യുത്തമം. ആ അത് കൊള്ളാമല്ലോ ആശാനെ. പൂവൻകോഴികൾക്ക് കൂവാനുള്ള വല്ല മരുന്നും ഉണ്ടോ? പിന്നെ പിടക്കോഴിയെ കൊണ്ടുവരെ കൂവിക്കുന്ന നല്ല പച്ചമരുന്ന് എന്റെ അടുത്തുണ്ട്. പച്ചമരുന്നല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ആ പച്ചമരുന്ന് അല്ലാതെ മഞ്ഞമരുന്ന്, നീലമരുന്ന്, ചുവപ്പ് മരുന്ന്, ഇങ്ങനെ പലതരത്തിലുള്ള മരുന്നുകളും കയ്യിലുണ്ട്. നീലക്കൊടുവേലി കലക്കിയ നീലമരുന്നെടുക്കട്ടുവാ. പിടക്കോഴികൾക്ക് മുട്ടയിടാനുള്ള മരുന്നുണ്ടോ? പിടക്കോഴികളാണല്ലോ മുട്ട ഇടുന്നത്, അവർക്കെന്തിനാണ് മുട്ടയിടാൻ മരുന്ന്? എന്നാൽ പൂവൻ കോഴികൾക്ക് മുട്ടയിടാനുള്ള മരുന്ന് എൻ്റെ അടുത്തുണ്ട്. ഞാൻ നൽകുന്ന മരുന്ന് 4 കുപ്പി കുടിച്ചാൽ ഒരു പൂവൻ കോഴി ദിവസവും 4 മുട്ട വീതമിടും. ആ മരുന്ന് എടുക്കട്ടുമാ? ഞങ്ങൾക്ക് എന്തായാലും മരുന്നൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. ഒരു സഹായമായിട്ടെങ്കിലും നിങ്ങൾ 2 കുപ്പി വാങ്ങണം. ഈ മരുന്ന് കച്ചവടം കൊണ്ടാണ് എൻ്റെ കുടുംബം കഴിയുന്നത്. സഹായിക്കണം പ്ലീസ്. ഇവൻ വേഷം മാറി വന്നിരിക്കുന്ന കള്ളക്കുറുക്കനാണ്. ഈ ചതിയനെ നമുക്ക് വെറുതെ വിട്ടുകൂടാം. വഴിയുണ്ട്.
ലാടഗുരുവേ, എന്തായാലും താങ്കളുടെ മരുന്ന് ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഇവിടെ ഒരാൾക്ക് താങ്കളുടെ മരുന്ന് വേണം. ആർക്കാണ് വേണ്ടത്? പറയൂ. നിങ്ങളെപ്പോലെ വല്ല കോഴികൾക്കുമാണെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് ഒക്കെ തരാം കേട്ടോ. അയ്യോ, അത് ഞങ്ങളെക്കാളൊക്കെ വലിയ ഒരാൾക്ക് വേണ്ടിയാണ്. ഓ, കോഴികളെക്കാൾ വലുതോ? ഓ, ചിലപ്പോ വല്ല വാത്തയോ യമുവോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം കുശാൽ. എന്തായാലും ഇന്നലെ രാത്രി ആ നായയുടെ കുര കേട്ട് ഉറങ്ങാതിരുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. ആർക്കാണ് മരുന്ന് വേണ്ടതെന്ന് പറഞ്ഞില്ല. മരുന്ന് വേണ്ടത് ആ കൂട്ടിക്കിടക്കുന്ന ഞങ്ങളുടെ ഒരു ചങ്ങാതിക്കാണ്. മുതലാളി രാവിലെ ആ കൂടിന്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അകത്ത് കയറി ചെന്ന് മരുന്ന് കൊടുത്തോളൂ. ഓക്കെ, താങ്ക് യു. കൂടിന് പുറത്ത് നീണ്ടു വളഞ്ഞ കറുത്ത വാൽ. ഇത് കരിങ്കോഴിയുടെ വാൽ തന്നെ. ആഹാ, കരിങ്കോഴിയുടെ ഇറച്ചി സൂപ്പർ. ഓ, ഞാൻ ഒരു ഭാഗ്യവാൻ തന്നെ. അയ്യോ, നീയൊക്കെ എന്റെ കൂട്ടിക്കേറി കളിക്കാരായോടാ. ഇന്നലെ രാത്രി ഈ പരിസരത്ത് നീ പതുങ്ങി പതുങ്ങി വന്നപ്പോ തന്നെ നിന്നെ ഞാൻ നോട്ടമിട്ടതാണ്. അയ്യോ 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 അയ്യോ, എന്നെ കടിച്ചു കൊല്ലല്ലേ, ഞാൻ പൊക്കോളാവേ. അയ്യോ.